ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ലഞ്ചിന് ഉണ്ടാക്കാൻ പോകുന്നത് രാജ്മ കുറുമയാണ് കേട്ടോ. അത് നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. രാജ്മയും കിഴങ്ങും ഫസ്റ്റ് വേകാനിടാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊരു വിസിലിക്ക് ഇടാൻ വേകട്ടെ. ഇനി നമ്മൾക്ക് മസാലകൾ റെഡിയാക്കാം. തേങ്ങ, ജീരകം, പട്ട, ഗ്രാമ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളിയൊക്കെ ഒന്ന് അറുത്ത് വെക്കട്ടോ. ഇനി ചട്ടി ഒന്ന് ചൂടാകാൻ വെക്കുക. ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിൻ്റെ ശേഷം അതിൽ നമ്മൾക്ക് കുറച്ച് കടുക് ഇടാം. കടുകൊക്കെ ഒന്ന് പൊട്ടിട്ടോ. കടുക് പൊട്ടിയതിൻ്റെ ശേഷം നമുക്ക് ഉള്ളി ഇടാം. ഉള്ളി നല്ലൊന്ന് ഫ്രൈ ആവട്ടെ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ബിരിയാണിയെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് പിച്ചിട്ടിട്ട് കൊടുക്കുക. അത് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഫ്രൈ ആവട്ടെ. അത് ഫ്രൈ ആയിട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾക്ക് മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അത് നല്ലൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. പച്ചമണം പോകുന്നവർക്ക് അത് നല്ല ഫ്രൈ ആക്കി എടുക്കുക. അതിൻ്റെ പച്ചമണക്കൊന്ന് മാറട്ടെ കേട്ടോ. അതിൻ്റെ പച്ചമണക്ക് മാറിയിട്ടോ. അരച്ച് വെച്ചത് നമുക്ക് അതിൽ ഒഴിച്ച് കൊടുക്കുക. നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. വേവിച്ച രാജ്മയും കിഴങ്ങാണ് കേട്ടോ അതിലിട്ടത്. അത് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് മേലെ കുറച്ച് മല്ലിയില തൂവി കൊടുക്കുക. നമ്മുടെ രാജ്മ കുറുമ റെഡി ആയിട്ടോ. നമുക്ക് ലഞ്ചിന് വേണ്ടി ഇതാക്കാം. നമ്മൾ രാജ്മ കുറുമ റെഡി ആയിട്ടോ. ലഞ്ച് ബോക്സിലും ആക്കി. നമ്മൾക്കൊന്ന് ടേസ്റ്റ് നോക്കട്ടോ എങ്ങനെ ഉണ്ടെന്ന്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. നല്ല രുചിയാണ്.